ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ടെമ്പിൾ വിസിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം പ്ലാൻ ചെയ്തത് പുന്നത്തൂർ കോട്ട ആനൽക്കൊട്ടിലേക്ക് വരാമെന്നായിരുന്നു. ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ആനക്കൊട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഈ ആനക്കൊട്ടിൽ, പുന്നത്തൂർ കോട്ട ആനക്കൊട്ടിൽ. ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ്. വിഘ്നേശ്വര ഭഗവാന് വഴിപാടായി ഇവിടെ ഗജപൂജ അഥവാ ആനയൂട്ട് നടത്താറുണ്ട്. നമ്മൾ വന്നതും കറക്റ്റ് ആ സമയത്തായിരുന്നു. ഈ ആനയൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ എത്തിയത്. ആനയൂട്ടെന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കാമേ. അതായത് ഈ ആനകളെല്ലാം ഈ വരിക്ക് നിർത്തും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നിർത്തുന്നത്. ആദ്യം ഒരു സെറ്റ് ആനകളെ നിർത്തും. അവർക്കുള്ള ഫുഡെല്ലാം അവർ സെപ്പറേറ്റ് എടുത്ത് മിക്സ് ചെയ്ത് വെച്ച സംഭവങ്ങളെല്ലാം അവർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യും. അങ്ങനെ ഒരു സെറ്റ് കഴിയുമ്പോഴത്തേക്ക് അവരെ കൊണ്ടുപോയിട്ട് അടുത്ത സെറ്റ് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ വന്ന ടൈമിൽ ഈ ആനയൂട്ട് നടത്തായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഈ കാഴ്ചകൾ. നമ്മുടെ നീയക്കുട്ടിയും ഇതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നോക്കി എന്തൊക്കെയോ പറയായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ആനയൂട്ട് കുറേ നേരം കണ്ടതിന് ശേഷം ആനക്കൊട്ടിലിൻ്റെ അകത്തേക്ക് പോകാമെന്ന് കരുതി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നടന്നു. അങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന വഴിക്ക് കുറേ ആനകളെ കണ്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഡാൻസറാണിത്. പുള്ളിക്കാരൻ അവിടെ വന്ന് നിൽക്കുന്ന തൊട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതായത് വന്ന കുറേ ആളുകൾ ഏകദേശം ഒരു 5-10 മിനിറ്റോളം അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഡാൻസും ചെയ്ത് തലയും കുലുക്കി വാലും ആട്ടി അടിപൊളിയായിരുന്നു കാണാൻ. എല്ലാവർക്കും അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും വേറെ കുറേ ആനകൾ അവർക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നു, കളിക്കുന്നു. അങ്ങനത്തെ കുറേ കാഴ്ചകളാണിതെല്ലാം. ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ പുന്നത്തൂർ കോട്ട അത് കാണാൻ പറ്റി. നമ്മുടെ പഴയ വടക്കൻ വീരഗാഥ മൂവി ഷൂട്ട് ചെയ്തത് ഇവിടെയൊക്കെയെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് ആർക്കും പ്രവേശനമില്ല.
കാരണം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് അതൊക്കെ കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പുന്നത്തൂർ കോട്ടയും ആനക്കൊട്ടിലും അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ പോയത് പിന്നെ ചാവക്കാട് ബീച്ചിലായിരുന്നു. ഏകദേശം ഒരു 4-4:30 ആയപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ചിലെത്തി. നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ നിയക്കുട്ടിക്ക് ബീച്ചിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ബഹളം. അങ്ങനെ അവളതാ വെള്ളത്തിലോട്ട് ഇറക്കി. വെള്ളത്തിലോട്ട് കാല് നനച്ചിട്ട് അവളുടെ അച്ഛൻ എടുത്തപ്പോഴത്തേക്കും പിന്നെ കരയാൻ തുടങ്ങി. പിന്നെ വെള്ളത്തിലിറങ്ങണം. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ ഇറക്കും, പിന്നെ എടുക്കും, ഇറക്കും, എടുക്കും. അവൾക്ക് ആ ബീച്ചിനോടുള്ള ക്രേസ് ഇപ്പോഴും ഉണ്ട്. എപ്പം ബീച്ചിൽ പോയാലും വെള്ളത്തിൽ ഇറങ്ങാൻ ബഹളമാണ്. കയറുമ്പോഴത്തേക്കും പിന്നെയും ബഹളമാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ ബീച്ചിലൊക്കെ നിന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ അനിയത്തി. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ, അമ്മ അവരാണ് ബാക്കിൽ നിൽക്കുന്നത്. അമ്മയ്ക്ക് വെള്ളം പേടിയായത് കാരണം അവിടം വരെ വരുള്ളൂ. ഫ്രണ്ടിലോട്ടൊക്കെ വരാൻ ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്കും കുറേ അല്ലാത്ത വാട്ടർ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. മോളും കൂടെ ഉള്ളത് കാരണം കയറിയില്ല. പിന്നെ കുറച്ച് അപ്പുറത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിലോട്ട് കയറാമെന്നും പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, വർക്ക് തീർന്നിട്ടില്ലായിരുന്നു. ഇനി 1-2 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കിംഗ് എല്ലാം തീരുള്ളൂ എന്ന് പറയുന്നത് കേട്ടു. അവിടെ അതിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ബീച്ചിലൊക്കെ നടന്നു. നടന്നു പോയ സമയത്ത് ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ കുതിരയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കരുതി നിയക്കുട്ടിയെ ഒന്നും അതിൽ കയറ്റിയാൽ എന്തെന്ന്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ നിയക്കുട്ടിയും പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നിയക്കുട്ടനെ മൂഡ് മാറി കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അങ്ങനെ റൈഡ് നിർത്തിയാൽ പോയ പോലെ തന്നെ രണ്ടുപേരും തിരിച്ചു വന്നു. കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. പോയ വഴിക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7-8 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിലെത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്ത ദിവസം രാവിലെ ഏകദേശം ഒരു 7 മണിയായപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലെത്തിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.